ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ കുറച്ച് മഴയൊക്കെ കൊണ്ട കാരണം ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടായിരുന്നേ. ഇന്നെന്താകുമെന്ന് ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നേ. പക്ഷേ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാൻ പോണേ. 9 മണിക്കാണ് കുർബാന. ഇന്നലെയും വന്നപ്പോൾ തന്നെ 9 മണി കുർബാനയൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോകാൻ വേണ്ടി റെഡിയായി നിന്നപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തേ. റെഡിയായൊക്കെ നിന്നെങ്കിലും പള്ളിയിൽ പോകാൻ പറ്റിയില്ലേ. രാവിലെ ആ മഴ തുടങ്ങിയിട്ട് പിന്നെ ആ മഴ തീർന്നപ്പോഴത്തേക്കും 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ. ആ സമയത്ത് പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. മലയാളം കുർബാന ആകെ 9 മണിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വന്ന ആർക്കും പള്ളിയിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അത്ര ഹെവി മഴയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ കുർബാന കൂടിയ കൊണ്ടൊരു ആശ്വാസമുണ്ട്. ഇവിടെ വന്നിട്ട് ഇതുവരെ ഈ കുർബാന കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമില്ല. ഇന്നലെ കൂടിയത് കൊണ്ട് ഇന്ന് കൂടാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. എന്നാലും ഇന്നലെ കൂടി നേർച്ചയൊക്കെ ഇട്ടിട്ട് പോകുന്ന കാരണം ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. മഴയൊന്ന് നന്നായിട്ട് തോർന്ന ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പള്ളിയിലൊക്കെ പോയി മാതാവിനെ കണ്ട് നേർച്ചയിട്ട് പിന്നെ കൊന്തയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ബീച്ച് സൈഡിലോട്ടൊക്കെ അങ്ങോട്ട് പോയത്. ബീച്ചിൻ്റെ അവിടെ ഇപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. തിരി അടിക്കുന്നതിൻ്റെ ശക്തി കുറക്കാനായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ആരും കടലിലേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. എല്ലാവരും ഈ വഴി അങ്ങ് നടന്നു പോയി കടകളിലൊക്കെ അങ്ങോട്ട് കയറി പർച്ചേസ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോവുകയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ മീനൊക്കെ വറുക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും കാണാറുള്ളതാണ്. പിന്നെ ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയെല്ലാം എപ്പോഴും വരുമ്പോൾ കാണുന്നതായത് കൊണ്ട് തന്നെ വലിയൊരു എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ ഒട്ടകം ഇതിനെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഈ വർഷം ഇപ്പോൾ വന്നിട്ടാണ് ഇങ്ങനെ ഒട്ടകമൊക്കെ ഉള്ളത് കാണുന്നത്. എനിക്കിവിടെ വരുന്നതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി വേളാങ്കണ്ണിയിൽ വരിക, പള്ളി കാണുക, മാതാവിനെ കാണുക, അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ആ ഒരു ഫീൽ എനിക്ക് വേണം. അതുകൊണ്ടിട്ടാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് അധികം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പള്ളിയിൽ പോയിട്ടും വേഗം വന്ന് അതുപോലെ തന്നെ ബീച്ച് സൈഡിലോട്ട് പോയിട്ടും വേഗം വരികയാണ് കേട്ടോ ചെയ്തത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഫുള്ള് മഴ തന്നെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ പഴനിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് പഴനി വരെ നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. അതായത് ബസ്സിനാണെങ്കിൽ 7 മണിക്കൂർ 45 മിനിറ്റൊക്കെ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ബസ് എവിടെയൊക്കെ നിർത്തിയായിരുന്നു. പോണ വഴിക്ക് വാഴ 2 ഫിലിം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ, നല്ല മൂവിയാണ്. വേളാങ്കണ്ണിയിൽ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആണ് കേട്ടോ. അതായത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അവിടെ കൃഷിയും മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കത് പ്രത്യേകം ഇഷ്ടമാണ് കാണാനായിട്ട്. കറക്റ്റ് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പഴനി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ഇവിടെ ഇല്ലാത്ത ഒരു സാധനമില്ല കേട്ടോ. അത്യാവശ്യം വിലക്കുറവിലൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ 1 മണിക്കൂറാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേ. പിന്നെ അങ്ങോട്ട് പാട്ടൊക്കെ വെച്ച് തുള്ളാൻ തുടങ്ങിയിട്ട് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു അത്. എല്ലാ പ്രാവശ്യം വേളാങ്കണ്ണി പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. കാരണം ഈ പ്രാവശ്യത്തെ ട്രിപ്പ് തീർന്നല്ലോ, ഇത് ലാസ്റ്റിന് വീട്ടിലോട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ഓർത്തിട്ട്. ഈ പ്രാവശ്യം പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു കേട്ടോ. വന്ന പാടെ തന്നെ ഞാൻ കുറച്ച് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.